LDF ക്യാമ്പിലും വലിയ ആവേശമാണ്. എക്സിറ്റ് പോളുകളെ ഒന്നും അവർ കാര്യമായി എടുത്തതായി കാണുന്നില്ല. മാത്രമല്ല എക്സിറ്റ് പോൾ തെറ്റിയ ചരിത്രമുണ്ടെന്നും പറയുന്നു. LDFിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് തരമടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപകിന് ഉറക്കമൊക്കെ ശരിക്കും കിട്ടുന്നുണ്ടല്ലോ. ഇന്ന് ലോക ചിരിദിനമാണ്. ഇന്ന് ലോക ചിരിദിനമാണല്ലോ. 5 വർഷം മുമ്പുള്ള ഈ ദിനത്തിലായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി 2ാം പിണറായി സർക്കാർ വന്നത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത് ഇന്ന് ലോക ചിരിദിനം, നമ്മൾ മലയാളികൾക്കെല്ലാം നന്നായി ചിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. കോവിഡിന്റെ വലിയ അതിപ്രസരമുള്ള സമയത്തായിരുന്നു ആ ജനവിധി വന്നത്. പക്ഷേ എന്നാൽ ജനവിധിയെക്കുറിച്ചോ കോവിഡിനെക്കുറിച്ചോ പറയാതെയായിരുന്നു പിണറായി വിജയൻ ഇന്നും തുടങ്ങിയത്. നാളെ പിണറായിയുടെ വാർത്താ സമ്മേളനം വൈകിട്ട് ധർമ്മടത്തെ പിണറായിയിൽ നടക്കുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. SKN പറഞ്ഞതുപോലെ ഇടതുമുന്നണി വലിയ ആവേശത്തിൽ തന്നെയാണ്, ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഞാൻ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒന്ന് CPIയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാർ, അതുപോലെ സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നവർ, സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരുമായി ഇന്ന് കാലത്തും സംസാരിക്കുമ്പോൾ ഇന്റലിജൻസ് വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച എന്നത് തന്നെയാണ്. അതായത് 79 സീറ്റ് കിട്ടുമെന്നാണ് ഇടതുമുന്നണി CPIഎമ്മിൻ്റെ ബൂത്ത് സെക്രട്ടറിമാർ നൽകിയ കണക്ക് പ്രകാരം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ചത്. മറ്റൊന്ന്, ഈ ന്യൂനപക്ഷ ക്രോഡീകരണം വലിയ തോതിൽ നടന്നു എന്ന് പ്രചരണമുണ്ടെങ്കിലും അത്തരമൊരു വിലയിരുത്തലിലല്ല CPIഎം എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഒരു കാര്യം കൂടി SKN പറയാം. ഈ കൊയിലാണ്ടി മണ്ഡലത്തിൽ ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ സർവേ 20 ന്യൂനപക്ഷ വിഭാഗത്തിലെ പുരുഷന്മാരെയും സ്ത്രീകളുടെയും പോസ്റ്റ് വോട്ടിൽ സർവേ നടത്തിയപ്പോൾ അതിൽ 16 പുരുഷന്മാർ UDFന് വോട്ട് ചെയ്തപ്പോൾ എന്നാൽ 19 സ്ത്രീകൾ LDFന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇത് കൊയിലാണ്ടിയുടെ ഒരു ടെസ്റ്റിമോണിയലായി നമുക്ക് കാണാവുന്നതാണ്, ഒരു ഉദാഹരണമായി കാണാവുന്നതാണ്. ആ നിലയിൽ ഒരു വൻതോതിലുള്ള UDF തരംഗമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുതന്നെയാണ് കേന്ദ്ര IB സെൻട്രൽ ഇൻ്റലിജൻസ് ബ്യൂറോയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുകയും സംസ്ഥാനത്ത് ഭരണ തുടർച്ചയുണ്ടാകും, ഇടതുമുന്നണി തുടരുമെന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഇടതുമുന്നണി ക്യാമ്പ്, അത് പ്രത്യേകിച്ച് CPIഎം നേതാക്കൾ വലിയ കോൺഫിഡൻസിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിക്കുമ്പോൾ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുമായി സംസാരിക്കുമ്പോൾ, ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനുമായി സംസാരിക്കുമ്പോഴും ഒക്കെ വലിയ കോൺഫിഡൻസിലാണ്. ഞാൻ ഒരു കാര്യം കൂടി പ്രവചിക്കാം. പേരാമ്പ്ര മണ്ഡലം ഇക്കുറി മാറും, ഇക്കുറി UDF തിരിച്ചു പിടിക്കുമെന്ന് പറയുന്ന മണ്ഡലമാണ്. പക്ഷേ ആ മണ്ഡലത്തിൽ ആദ്യത്തെ മണിക്കൂറുകളിൽ UDF ലീഡ് ചെയ്യും, അതുതന്നെയാണ് സാധ്യത. ആദ്യത്തെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ലീഡ് ചെയ്യും. പക്ഷേ പിന്നീട് ഇടതുമുന്നണി കയറി വരും എന്നുള്ളതാണ് നമുക്ക് പ്രാദേശിക അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുന്ന പഠനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. നേതാക്കളെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്, ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള വലിയൊരു വിജയമായിരിക്കില്ല, നേരിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം എന്നാണ് പറയുന്നത് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.